ഇത് സംബന്ധിച്ച് ആദ്യമേ തന്നെ പറയാനുള്ളത് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല. ആശങ്കപ്പെടുത്തുന്ന വാർത്തകളോ പ്രചരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളതും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ എംപോക്സ് ലക്ഷണങ്ങളുമായി ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ 38 വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ക്ലേഡ് ഏതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി, ഇത് ഏത് വകഭേദത്തിലുള്ളതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഞാൻ പറഞ്ഞിരുന്നു. ആ പരിശോധന നടത്തി. അപ്പോൾ പരിശോധന നടത്തി, ഇവിടെയും നമ്മൾ നടത്തി, IAVയിൽ നടത്തി, അതോടൊപ്പം തന്നെ NIVയിലും നടത്തി. ആ പരിശോധനയിൽ അത് ക്ലേഡ് 1B എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ വ്യക്തിയാണ്. പക്ഷെ ക്ലേഡ് 1B സ്ഥിരീകരിച്ചിട്ടുള്ളത് 3 ഇടങ്ങളിൽ മാത്രം. കോങ്കോ തീർച്ചയായിട്ടും, സ്വീഡൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ്. അപ്പോൾ സ്വീഡനിലും തായ്ലൻഡിലും സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരിലാണ്. സ്വീഡനിൽ എംപോക്സ് കണ്ട് പരിശോധിച്ചപ്പോൾ ഈ വകഭേദമാണെന്നുള്ളത് കണ്ടെത്തിയത്. തായ്ലൻഡിലെ 2 കേസുകളും ഇതേപോലെയാണ് കണ്ടെത്തിയത്. അതായത് സ്വീഡനിലെ ഒരു കേസും തായ്ലൻഡിലെ 2 കേസും മാത്രമേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് ക്ലേഡ് 1B കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തിയതിൻ്റെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, കേരളത്തിൽ ഇത് പരിശോധിക്കുന്നു. ആ പരിശോധനയുടെ തുടർച്ചയായിട്ടുള്ള ജനിതക പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഫലമായി നമ്മൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിതാണ്, അത് കേരളത്തിൻ്റെ ഒരു ആരോഗ്യ രംഗത്തിൻ്റെ മികവായി കൂടി അതിനെ കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് 2 രാജ്യങ്ങളിൽ മാത്രം, സ്വീഡനിലും തായ്ലൻഡിലും മാത്രം കണ്ടെത്തിയിട്ടുള്ള ഈ വകഭേദം നമ്മുടെ ഇവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു പൊതുജനാരോഗ്യ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമാണത്. അപ്പോൾ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നിപ്പ ഈ അവസാന കേസ് തന്നെ ഒരു വ്യക്തി മരിച്ചു. ഹെപ്പറ്റൈറ്റിസ് A ആണെന്ന് സംശയിച്ചു. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് ഡെങ്കി സംശയിച്ചു. പക്ഷെ മരണശേഷം നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർക്ക്, സിസ്റ്റത്തിലുള്ള DSO ഉൾപ്പെടെ, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അവർക്കുണ്ടായ സംശയത്തിൽ നിന്നാണ് നിപ്പ പരിശോധിക്കുന്നത്. ഈ അവശേഷിച്ച സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നിപ്പ കണ്ടെത്തിയത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവായി യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങളും നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, UAEയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ ഈ ഒരു ലോകത്ത് ഇങ്ങനെ ഒരു വകഭേദം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട്, ഒരു ക്ലേഡ് 1B ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അത് ക്ലേഡ് 2B ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഇപ്പോഴാണ് ലോകാരോഗ്യ സംഘടന ഇത് ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്? അല്ല, നേരത്തെയും ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് 2B ആയിരുന്നു. അപ്പോൾ ലോകാരോഗ്യ സംഘടന ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ച എംപോക്സ് സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ പേഷ്യൻ്റ് സ്റ്റേബിളാണ്. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ് കണ്ടെത്തിയിരുന്നു. 23 കോണ്ടാക്ട്സ് ആണ് നാട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരെ കണ്ടെത്തി അവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലീഷൻസ് ഇതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് വ്യാപനശേഷി കൂടുതലുള്ളതായതുകൊണ്ട് ഇനി വിദേശത്ത് തന്നെ നിന്ന് വരുന്നവർക്ക് തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ മറ്റ് കേരളത്തിന് പുറത്തു നിന്ന് എത്തുന്നവർക്കാകാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ കേസ് കണ്ടെത്തിയിരുന്നു, കേരളത്തിൽ 2ാമത്തെ കേസ് കണ്ടെത്തി. അപ്പോൾ മറ്റുള്ള ഇടങ്ങളിലോ എവിടെയെങ്കിലും സഞ്ചരിച്ചു വരുന്നവർക്കൊക്കെ ഈ വ്യാപനശേഷി കൂടുതലുള്ളതായതുകൊണ്ട് ഇപ്പോൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.
ആശങ്കപ്പെടേണ്ടതില്ല. ക്ലേഡ് 1Bയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ഇത് ബാധിച്ചാൽ അത് കൂടുതലായിട്ട് അവരെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പ്രത്യേക കരുതലോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് കാണുന്നത്. അത് മാത്രമല്ല, ഈ എംപോക്സ് രാജ്യാന്തര തലത്തിൽ തന്നെ ഈ രീതിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഡെർമറ്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിലുള്ളൊരു സെൻസിറ്റൈസേഷൻ, അവരെ ഇത് സംബന്ധിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ സാഹചര്യം നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നില്ല, 2 രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് 2 രാജ്യങ്ങളിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ICMRന്റെ DGക്ക് എഴുതിയിട്ടുണ്ട്, ഈ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയം, അതായത് സ്വീഡനും തായ്ലൻഡും മാത്രമാണ് ക്ലേഡ് 1B കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലൊന്നും പെടാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ഒരാൾക്കാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പൊതുജനാരോഗ്യം, ഒരു പ്രാധാന്യം, അത് വളരെ ആഗോളതലത്തിൽ ഒരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ICMRന്റെ DGക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് കത്ത് എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് ആ വ്യാപനശേഷിക്ക് സമ്പർക്കത്തിലുള്ളവരെ മുഴുവൻ മോണിറ്റർ ചെയ്യുകയും അതോടൊപ്പം നേരത്തെ വളരെ അടുത്ത സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗം പകരുക. പക്ഷേ ഇപ്പോൾ ഒരാളൊരു വാഷ്റൂം ഉപയോഗിച്ചു, തൊട്ട് പിന്നാലെ ആ ആൾക്ക് രോഗമുണ്ടെങ്കിൽ പിന്നീട് പോകുന്ന ആൾക്ക് വരാനുള്ള സാധ്യത 1Bയിലുണ്ട്. അതാണ് വ്യാപനശേഷി കൂടുതലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പൊതുവായി അതിൻ്റെ ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിച്ച് മെഡിക്കൽ ബോർഡിനോട് ഇതിൻ്റെ പ്രോട്ടോകോൾ പരിഷ്കരിക്കണമെങ്കിൽ പ്രോട്ടോകോൾ പരിഷ്കരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. എനിക്കത് ചോദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിങ്ങളിൽ ചില മാധ്യമങ്ങൾ കൊടുത്തൊരു വാർത്ത, 46 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടക്കുകയാണ്, അവിടുത്തെ കെട്ടിടങ്ങൾ പൊളിച്ചിട്ട്. അപ്പോൾ ആ ഉദ്ഘാടനവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഈ മുൻ പേജിൽ വാർത്ത കൊടുത്തൊരു പത്രത്തിൻ്റെ 2ാം പേജിൽ വളരെ ചെറിയൊരു പടവും വാർത്തയാണ്, പടം വന്നോന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, വാർത്തയാണ് വന്നത് ലോക്കൽ പേജ്. പക്ഷെ ഇത് അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പരിമിതിയുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം പക്ഷെ അത് നിർത്താൻ പറ്റില്ല. കാത്ത് ലാബ് അവിടെയാണ് പ്രവർത്തിക്കുന്നത് ജില്ലയിലെ, നമുക്ക് മറ്റു കാർഡിയോളജി വിഭാഗം ഇല്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണേലും ഇവിടെ ഈ സർവീസ് കൊടുക്കണം. കെട്ടിടങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ള സൗകര്യത്തിൽ പരമാവധി അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഇവിടേക്ക് മാറ്റിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയാസ്പദമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഡയറക്ടർ ഹെൽത്ത് സർവീസസിനോട് പറഞ്ഞിരുന്നു. കമ്പനി വന്ന് പറഞ്ഞപ്പോഴും അതിൽ കമ്പനിയുടെ ചില ഫൈൻഡിങ്സ് ഉണ്ട്, അതിലും ചില സംശയകരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് വിശദമായ അന്വേഷണം നടത്താനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം, മേജർ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് വളരെ പരിമിതമായ സാഹചര്യത്തിൽ. അതായത് അവിടെ ഒരു ഇഷ്ടിക വെച്ചിട്ടുണ്ടെങ്കിൽ 25 വർഷം മുൻപ് പണിത കെട്ടിടമേ അവിടെ ഉള്ളൂ. 40-45 വർഷം മുൻപ് KK നായർ സാർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ പണിത കെട്ടിടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷന്റെ ഭാഗമായിട്ട് 46 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അത് ഒരു മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ആരോഗ്യം എന്നുള്ളത് പറയുമ്പോൾ അത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കെട്ടിട നിർമ്മാണം, പുതിയ ബ്ലോക്കുകളെല്ലാം തന്നെ അവിടെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിലവിലുള്ളൊരു സംവിധാനത്തിൽ പരിമിതമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ 3 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്ന ആൻജിയോപ്ലാസ്റ്റി ഇവിടെ കാസ്പ് ഉള്ളവർക്ക് സൗജന്യമായി, അതല്ല കാസ്പ് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് 65,000 രൂപ, എന്താണ് ആ സ്റ്റെന്റിന്റെ വില മാത്രം ഈടാക്കിക്കൊണ്ട് ചെയ്യുകയാണ്. അപ്പം ജനങ്ങൾക്കത് നിഷേധിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തിൽ, പരിമിതമായ സംവിധാനത്തിൽ നിർമ്മാണം നടക്കുമ്പോഴും അവിടെ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ശബരിമല സീസൺ കഴിഞ്ഞിട്ടാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. കാരണം ശബരിമല തീർത്ഥാടകരെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ള ആ സമയത്തും ആ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങളും പുതിയ ബ്ലോക്കുകളും അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആശുപത്രികളിൽ
അത് അടൂർ താലൂക്ക് ആശുപത്രി ആകട്ടെ, പത്തനംതിട്ട ജനറൽ ആശുപത്രി ആകട്ടെ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി കിഫ്ബിയുടെ 30 കോടിയുടെ വർക്ക് നടക്കുകയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട് മുഴുവൻ ഇടത്തും റാന്നിയിൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു മല്ലപ്പള്ളിയിൽ മാത്രമാണ് ഒരു കേസ് ഉള്ളത്. കിഫ്ബിയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്.